ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സൗമ്യത എന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ഇന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ വിശിഷ്ടം മഹത്വമുള്ളത്, വിശിഷ്ടമായ മഹത്വമുള്ളതാണ് സൗമ്യത. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവ തിരുസന്നിധിയിൽ വിശിഷ്ടമായ മഹത്വമായ ഒരു മേഖലയാണ് ആ വ്യക്തിയിലുള്ള സൗമ്യത. പ്രിയ സഹോദരങ്ങളെ, ഈ സൗമ്യത നമ്മളിലേക്ക് ഒഴുകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് സൗമ്യത പുറത്തേക്ക് ഒഴുകുന്നത്. ഒരു ബാറ്ററി സാധാരണ രീതിയിൽ ക്ലോക്കിനകത്തും വാച്ചിനകത്തും അതുപോലെ നമ്മുടെ സാമൂഹ്യമായ മേഖലയിലും ഒക്കെ കുടുംബത്തിലുമെല്ലാം ആവശ്യമുള്ള റിമോട്ട് പോലും ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററി ആവശ്യമാണ്. ആ ബാറ്ററിക്കുള്ളിൽ ചാർജ്, ഇലക്ട്രോൺസ്, വൈദ്യുതി അതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ആ വൈദ്യുതി തീരുന്നത് വരെ അതിൽ നിന്നും ചാർജ് പുറത്തേക്ക് വരും. ചാർജ് ചെയ്യുന്ന ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ചാർജ് കുറയുന്നതനുസരിച്ച് അത് ചാർജ് ചെയ്യണം. ഇതിലൊക്കെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ ആ ബാറ്ററി വീണ്ടും നമ്മൾ ചാർജ് ചെയ്യും. ഇതുപോലെ മാമോദീസ എന്ന കുദാശയിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ആ ആത്മാവിൻ്റെ ഏറ്റവും മഹത്വമായിട്ടുള്ള ഫലമാണ് സൗമ്യത എന്ന ഫലം. ആ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ കുറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന സൗമ്യത എന്ന ആ ഫലത്തിൻ്റെ ഒഴുക്ക് കുറയും. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഹൃദയം മുഴുവനും സൗമ്യതയില്ല, ശാന്തതയില്ല, കലുഷിതമായ ഹൃദയം, കോപം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, മറ്റുള്ളവരോടുള്ള വെറുപ്പ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിൽ നിന്നും നല്ല വാക്കുകൾ പുറത്തേക്ക് ഒഴുകുകയില്ല. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നല്ല വാക്കുകൾ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ നല്ല വാക്കുകൾ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സൗമ്യതയോടുകൂടെ പെരുമാറണമെങ്കിൽ, സൗമ്യതയോടുകൂടെ സംസാരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് വെറുപ്പോടുകൂടിയുള്ള പെരുമാറ്റങ്ങളും വെറുപ്പോടുകൂടിയുള്ള സംസാരങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലമല്ലേ സൗമ്യത. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് പത്രോസ്ലീഹായിലൂടെ. ദൈവസന്നിധിയിൽ വിശിഷ്ടമായ, ദൈവത്തിനു മുമ്പിൽ ഏറ്റവും മഹത്വം എന്ന് വിശിഷ്ടം, അതാണ് ഏറ്റവും മഹത്വമുള്ളത്, സൗമ്യത. അതുപോലെ സൗമ്യവും ശാന്തവുമാകുന്ന ആത്മാവാകുന്ന ഈ സൗമ്യത നമുക്ക് നൽകുന്ന ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ് ശാന്തത. ശാന്തത
ദൈവം ആഗ്രഹിക്കുകയാണ്, ഓരോ മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം, ഒരിക്കലും നശിച്ചു പോകാത്ത രത്നം. അതെങ്ങനെയാണ്? അണിഞ്ഞ ആന്തരികമായ വ്യക്തിത്വമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആന്തരികമായ മേഖലയിൽ നിന്നും, ഒരു വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഒഴുകുന്നു. മറ്റൊന്നുമല്ല, സൗമ്യത. അതാരുമായിട്ട് ബന്ധം വേണം? പരിശുദ്ധാത്മാവുമായി ബന്ധവും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്, പ്രിയ സഹോദരങ്ങളെ, സൗമ്യത പുറത്തേക്ക് ഒഴുകുന്നത്. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ പറയപ്പെട്ട സൗമ്യതയില്ലാതെ, ശാന്തതയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുന്നുവെങ്കിൽ ഏതാത്മാവിൻ്റെ ഫലമാണ് നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത്? നമുക്ക് ദൈവതിരുസന്നിധിയിൽ ആത്മപരിശോധന ചെയ്യുകയും ആ ശാന്തമായ സൗമ്യതയാൽ നാം ഓരോരുത്തരും നിറയപ്പെടുവാനും ഈ സൗമ്യത മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനും കർത്താവിൻ്റെ ഓരോ ഉപകരണങ്ങളായി മാറ്റപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമാകുന്ന അങ്ങയുടെ ആത്മാവിൻ്റെ ഫലം ഞങ്ങളിൽ നിന്നും പുറത്തേക്കൊഴുകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.